പറയാറുള്ളത് ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് എന്താണ് കടക്കുകയാണ്. ഗസ്റ്റാൾട്ട് ഈ പേരും ഓർത്ത് വെച്ചോളൂ. കാരണം മലയാളത്തിൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഗസ്റ്റാൾട്ട് എന്ന് എഴുതി തരാറുണ്ട്. മലയാളത്തിൽ തന്നെ എന്ത് ചെയ്തു, ഗസ്റ്റാൾട്ട് എന്ന് എഴുതി തരും. ഓക്കെ. അപ്പൊ വ്യവഹാരവാദം എന്ന് പറയുന്ന തിയറി എന്തായിരുന്നു? ഒരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് എന്തുണ്ടായിരിക്കും, റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാകും. അങ്ങനെ ചോദകം അതിനോടുണ്ടാകുന്ന പ്രതികരണം, ഈ രീതിയിലാണ് പഠനം നയിക്കപ്പെടുന്നത് എന്ന് പറയുന്ന വാദമായിരുന്നു ഏത്, വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത്. എന്നാൽ ഗസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ സമഗ്രതാവാദം എന്ന് പറയുന്ന അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറിയില് പ്രധാനമായിട്ടും സമഗ്രതാവാദത്തിൽ വരുന്നത്, ഇവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരാശയം സമഗ്രമായിട്ട് അവതരിപ്പിക്കുന്നു. ഓക്കെ. ഈ സമഗ്രത എന്ന് പറയുന്ന ഈ ടേം ഒന്ന് ഓർത്തു വെക്കാം. ഇത് വെച്ചിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. സമഗ്രമായിട്ട് അവതരിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. പിന്നെ നമ്മളോട് അങ്ങനെയും ചോദിക്കാറുണ്ട്, എന്ത് പഠിപ്പിക്കുമ്പോഴും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അർത്ഥപൂർണമായിട്ട് പഠിപ്പിക്കണം എന്ന് വാദിക്കപ്പെടുന്ന, എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന തിയറി ഏത്? അങ്ങനെ ഒരു നിർദ്ദേശം ഒരു അധ്യാപകന് നൽകപ്പെടുന്ന ഒരു തിയറിയാണ് ഏത്, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരൊറ്റ പോയിന്റിൽ മാത്രമായിട്ട് നിൽക്കരുത്. ഓക്കെ. ഒരു പോയിന്റിൽ മാത്രമായിട്ട് എന്ത് ചെയ്യരുത്, നിൽക്കരുത്. പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അങ്ങനെ സമഗ്രമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ കുട്ടികളിൽ എന്തുണ്ടാകും, ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ കുട്ടികളിൽ എന്താ ചെയ്യുന്നുണ്ട്, ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ്. ആ ഉൾക്കാഴ്ചയിലൂടെ കുട്ടികളിൽ എന്ത് സംഭവിക്കും, പഠനം സംഭവിക്കും എന്ന് പറയപ്പെടുന്ന ഒരു തിയറിയാണ് ഏത്, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. സമഗ്രതാവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അർത്ഥപൂർണമായിട്ട് അല്ലെങ്കിൽ സമഗ്രമായിട്ട് കുട്ടികളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണം. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അറിവ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ചയിലൂടെ കുട്ടികൾ എന്ത് ചെയ്യും, പഠനത്തിലേക്ക് എത്തിപ്പെടും എന്ന് പറയപ്പെടുന്ന ഒരു തിയറിയാണ് ഏത്, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി എങ്ങനെയാണ് ഈ ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഏതായാലും ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ത് പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അർത്ഥപൂർണമായിട്ട് സമഗ്രമായിട്ടൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന തിയറിയാണ് ഏത്, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ഇനി ഈ സമഗ്രതാവാദത്തിന്റെ വക്താക്കൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആര്, പുതിയ 3 പേരെ കുറിച്ച് പഠിക്കണം. മാക്സ് വെർത്തീമർ. നമ്മൾ വ്യവഹാരവാദികൾ ആരൊക്കെയെന്ന് പഠിച്ച പോലെ തന്നെ സമഗ്രതാവാദികളായിട്ട് വരുന്ന മാക്സ് വെർത്തീമർ, അതേപോലെ തന്നെ കോഹ്ലർ, കോഫ്ക. ഓക്കെ. കർട്ട് കോഫ്ക, അതേപോലെ തന്നെ മാക്സ് വെർത്തീമർ, വോൾഫ്ഗാങ് കോഹ്ലർ. നിങ്ങൾ വെർത്തീമർ, കോഹ്ലർ, കോഫ്ക അങ്ങനെ പഠിച്ചാൽ മതി. പൂർണ്ണമായ പേര് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വെർത്തീമറും കോഹ്ലറും കോഫ്കയും ഇവര് 3 പേരുമാണ് ഏത്, പ്രധാനമായിട്ടും സമഗ്രതാവാദത്തിന്റെ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറിയുടെ പ്രധാനപ്പെട്ട വക്താക്കളെ. ഒരു ഉപജ്ഞാത വിദ്യമാണ് അവതരിപ്പിച്ചത് എന്ന് പറയാനൊന്നുമില്ല. ഇവര് 3 പേരും കൂടിയിട്ട് വരുന്ന ഒരു തിയറിയാണ് ഏത്, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമഗ്രതക്കാണ് പ്രധാനം എന്ന് പറയുന്നതാണ് ഇവരുടെ തിയറി. അതായത് നമ്മൾ കുട്ടികളിലേക്ക് പഠനം മറ്റും എത്തിക്കുമ്പോൾ, പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഉൾക്കാഴ്ചയിലൂടെ പല അറിവുകളും നേടാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത്, സമഗ്രതാവാദത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ പൂർണ്ണമായത്, സമഗ്രമായത് എന്ന ടേമൊക്കെ കണ്ടിട്ട് ഇത് ഏത് പഠന തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കൊടുക്കണം, ഗസ്റ്റാൾട്ട് തിയറി എന്ന് കൊടുക്കണം. ഒരിക്കലും അവിടെ ഓപ്ഷൻ എന്തുണ്ടാവില്ല, സമഗ്രതാവാദം ഉണ്ടാവില്ല. സമഗ്രമായിട്ട് അവതരിപ്പിക്കുക എന്ന് നിർദ്ദേശിക്കുന്ന തിയറി ഏത്, എന്നിട്ട് സമഗ്രതാവാദം എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതിന് പകരം ആരായിരിക്കും, ഗസ്റ്റാൾട്ട് തിയറി എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഗസ്റ്റാൾട്ട് തിയറിയാണ് സമഗ്രമായിട്ട് അവതരിപ്പിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ സമഗ്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, കുട്ടികൾക്ക് ഒരു ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, അകക്കണ്ണിലൂടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ കഴിയും, സ്വാഭാവികമായിട്ടും ആർജിച്ചെടുക്കുവാൻ, നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത,
സമഗ്രതാവാദികൾ പറയുന്ന ഒരു പ്രത്യേകത. വെർത്തിമറും കോളറും കോഫ്കയുമാണ് പ്രധാനപ്പെട്ട സമഗ്രതാവാദികൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇവിടെയും എന്തുണ്ട്, സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിയമങ്ങളുണ്ട്. പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങൾ വരുന്നുണ്ട്. എവിടെയുമുണ്ട്, വ്യവഹാരവാദത്തിലും നിയമങ്ങളുണ്ട്. വ്യവഹാരവാദത്തിൽപ്പെട്ട നിയമം അനുബന്ധന നിയമം എന്നാണ് പറയാം. പഠനത്തെ സംബന്ധിക്കുന്ന അനുബന്ധന നിയമങ്ങളാണ് വ്യവഹാരവാദ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ആ അനുബന്ധന നിയമങ്ങൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? അനുബന്ധന നിയമങ്ങള്? തൊണ്ടയ്ക്ക്. ഓക്കെ, പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, പരിണാമ നിയമം അല്ലെങ്കിൽ ഫല നിയമം. ഇതൊക്കെ ആണ് എന്ത്, ഈ 3 നിയമങ്ങളാണ് അനുബന്ധന നിയമങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്. അത് അവതരിപ്പിച്ചത് തൊണ്ടയ്ക്കാണ്. ഇനി ഇവിടെ സമഗ്രതാവാദത്തിലേക്ക് വരുമ്പോൾ പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രതാ നിയമങ്ങളുണ്ട്. ഓക്കെ, ഗസ്റ്റാർട്ട് ലോസ് ഓഫ് ലേണിംഗ്. ഓക്കെ, സമഗ്രതാ നിയമങ്ങളാണ് ഇനി നമുക്ക് ഈ സമഗ്രതാവാദത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇതിനങ്ങനെ ഒരു ഉപജ്ഞാതാവൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ ഈ നിയമങ്ങൾ വെച്ചിട്ട് 3 രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വരുന്നുണ്ട്. ഈ ചിത്രം തന്നിട്ട് ചോദിക്കും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് സമഗ്രതാ നിയമങ്ങളിൽ പെടാത്തത് ഏത്. മുമ്പ് പഠിച്ച അനുബന്ധന നിയമവും ഇപ്പോൾ പഠിക്കുന്ന സമഗ്രതാ നിയമം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഓപ്ഷൻ ഇട്ടിട്ട് ഇതിൽ സമഗ്രതാ നിയമം ഏത് അല്ലെങ്കിൽ അനുബന്ധന നിയമം ഏത്, ആ രീതിയിൽ ചോദിക്കും. പിന്നെ ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് ഇതിന്റെ അനുബന്ധന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്. അവിടെയാണ് അനുബന്ധന നിയമം, അനുബന്ധന നിയമത്തിന്റെ ഉപജ്ഞാതാവ് തൊണ്ടയ്ക്ക്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് അനുബന്ധന നിയമങ്ങൾ 3 അത് ഏതൊക്കെയാ, എന്തിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. പ്രധാനമായിട്ടും 5 നിയമങ്ങളാണ് വരുന്നത്. ആ 5 നിയമങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി പഠനത്തെ സംബന്ധിച്ചുള്ള സമഗ്രതാ നിയമങ്ങളെ, സമഗ്രതാവാദം പറയുന്നത് എന്താണ്, പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക എന്ന് നിർദ്ദേശിക്കുന്ന സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നിയമങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാവും, ഈ നിയമങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും എന്താണ് സമഗ്രമായിട്ട് അവതരിപ്പിക്കല്, അപ്പോൾ എന്താണ് ഉൾക്കാഴ്ച സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവും ട്ടോ. ഓക്കെ, ഇപ്പൊ സമഗ്രതാ നിയമം പ്രധാനമായിട്ട് പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രതാ നിയമങ്ങളാണ് ഏത്. ഒന്നാമത്തെ നിയമമാണ് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം എന്ന് പറയട്ടെ. പേര് രണ്ടും ഒരേപോലെ തന്നെയാണ്. സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയും. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട് സാമ്യത അല്ലെങ്കിൽ സാദൃശ്യം. ഓക്കെ, പേര് സാമ്യത അല്ലെങ്കിൽ സാദൃശ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കാണാൻ ഒരുപോലെയുള്ളവയെ. അതായത് കുട്ടികളിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ എന്തുണ്ട്, ഒരു ഘടകങ്ങളിൽ എന്ത് ചെയ്യുന്നു, കാണാൻ ഒരുപോലെ ഉള്ളവയെ ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള ഒരു പ്രവണതയുണ്ട്. ആ ഒരു പ്രവണതക്കാണ് എന്ത് പറയുന്നത്, സാമ്യതാ നിയമം എന്ന് പറയുന്നത്. ഒരേപോലെയുള്ളവ അതൊരു ഗ്രൂപ്പാണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇതിന് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഒരു 4ാം ക്ലാസ്സിലെ അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് 2ാം ക്ലാസ്സിലേക്ക് 2ാം ക്ലാസ്സിലെ ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ 2ാം ക്ലാസ്സിലേക്ക് പോയപ്പോ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടിയുടെ അതേ ഒരു മുഖച്ഛായമുള്ള ഒരു കുട്ടി അവിടെ 2ാം ക്ലാസ്സിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നൂലേ, ഇതാ കുട്ടിയുടെ അനിയനാണ് എന്ന് തോന്നാറില്ല, അല്ലെങ്കിൽ അനിയത്തിയാണ്. നിങ്ങൾ ചോദിക്കുകയും ചെയ്യും, 4ാം ക്ലാസ്സിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല. നിങ്ങൾക്ക് അതെന്തായി, കാണാൻ ഒരുപോലെ ഒക്കെ ആ ഒരു ലുക്കില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാദൃശ്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പായിട്ട് തോന്നി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, കാണാൻ ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുവാനുള്ള ഒരു പ്രത്യക്ഷണം ചെയ്യാന്ന് പറയാം. പ്രത്യക്ഷണം ചെയ്യുവാനുള്ള ആ ഒരു ചെയ്യുമെന്നതിനെയാണെന്ന് പറയുന്നത് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രം വരാറുണ്ട്. ചിത്രങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ട്ടോ. നിങ്ങൾ ഇത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ട്ടോ. PDF നോട്ട് വെയിറ്റ് ചെയ്യരുത്.
ഓക്കെ, ഇത് വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളുമാണ്. ഓക്കെ ആണല്ലോ, എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? നമ്മ ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട്? ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നില്ല? ഇതൊരു ഗ്രൂപ്പായിട്ട് പ്രത്യക്ഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ട് ഇല്ല? ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അതായത് ഇവിടെ എന്താണ്, കറുത്ത വൃത്തങ്ങളും അതേപോലെ തന്നെ വെളുത്ത വൃത്തങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ചിത്രം കാണുമ്പോൾ എന്താണ്, കറുത്ത മുത്തുകളുടെ ആ ഒരു നിര അതൊരു ഗ്രൂപ്പായിട്ടും, വെളുത്ത മുത്തുകളുടെ അല്ലെങ്കിൽ വെളുത്ത വൃത്തങ്ങളുടെ ആ ഒരു നിര മറ്റൊരു ഗ്രൂപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തോന്നപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷണം ചെയ്യപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത്, കാണാൻ ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്ന ആ ഒരു പ്രവണതക്കാണെന്ന് പറയുന്നത് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചിത്രം തരും. അപ്പൊ ഒരു മിനിറ്റ്, കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല, ഇപ്പൊ ഓഫ് ആയതല്ലേ? പിന്നെ കട്ടാക്കിയതാ കേട്ടാ. ഒരു മിനിറ്റ്, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പറയാട്ടാ. തുടരാട്ടാ. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ലോ ഓഫ് സിമിലാരിറ്റിയെ കുറിച്ചായിരുന്നു. അതായത്
കാണാൻ ഒരുപോലെ ഉള്ളവ എന്ത് ചെയ്യുന്നു ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. അങ്ങനെ കാണാൻ ഇതിങ്ങനെ ചിത്രം തന്നിട്ട് ചോദിക്കും. അപ്പൊ ആ ചിത്രം നോക്കുക. ആ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കുക അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അതൊരു ഗ്രൂപ്പായിട്ട് തോന്നാൻ കാരണം എന്താ എന്നുള്ളത് നോക്കുക. അത് കാണുമ്പോൾ തന്നെ, അതായത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരുപോലെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് തോന്നാനുള്ള ഒരു പ്രവണത എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് സിമിലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മനസ്സിലായി, ഇങ്ങനെ ഈ തോന്നൽക്കാണ് യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തോന്നാനുള്ള ഒരു പ്രവണത, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇതൊരു ഗ്രൂപ്പാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഒന്ന് ഫീൽ ചെയ്യുന്ന ആ ഒരു തോന്നലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉൾക്കാഴ്ച. അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു വെളുത്ത മുത്ത് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വെളുത്ത ഒരു ഇതിൽ ഇത്രയും ഭാഗത്തിൽ ഒരു ഭാഗം മാത്രം, ഒരു അംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് പൂർണ്ണമായിട്ട് കാണിക്കാതെ ഒരു ചെറിയ ഒരു ഭാഗം, ഈ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു അംശം മാത്രമായിട്ട് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ കുട്ടികൾക്ക് അതൊരു ഗ്രൂപ്പായിട്ട് തോന്നുമോ? ഒരിക്കലും അതൊരു ഗ്രൂപ്പായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യില്ല. അത് പൂർണ്ണമായിട്ട്, അതായത് വെളുത്ത റൗണ്ടുകളും കറുത്ത റൗണ്ടുകളും കൃത്യമായിട്ട് കുട്ടികളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് ഇതിങ്ങനെ തോന്നാനുള്ള ഒരു തോന്നൽ വരുള്ളൂ. അതാണ് പറഞ്ഞത് എന്തേ, നമ്മൾ ആ സമഗ്രമായിട്ട് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു ചിത്രം വരച്ചു കണ്ട് ഒരു ഇത്രയും ഭാഗത്തിൽ ഈ ഒരു ഭാഗം നോക്കിയിട്ട് ഇത് നോക്കൂ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെയാണ് എന്ത് പഠിപ്പിക്കുമ്പോഴും ഏത് കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം, സമഗ്രമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സമഗ്രതാവാദം എന്ന് പറയുന്ന ഈ ഒരു തിയറിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോ തിയറികളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധ്യാപകർക്ക് പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും ആ തിയറി നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പ്രബലനം നൽകപ്പെടണം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രബലനം നൽകപ്പെടണം. ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ചോദിച്ചാൽ പ്രബലനം നിങ്ങൾ ഏത് തിയറിയുമായിട്ടാണോ പഠിച്ചിട്ടുള്ളത് ആ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രബലനം ഏത് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഏത് തിയറിയില ഏത് തിയറിയിലാ പ്രബലനം പഠിച്ചത്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, അല്ലെങ്കിൽ നമ്മൾ വ്യവഹാരവാദം, അത് പൂർണ്ണമായിട്ട് എന്ത് പറയാം, വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു തിയറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു, അതായത് പ്രബലനം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു, എന്ത് പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് അർത്ഥപൂർണമായിട്ട് അല്ലെങ്കിൽ സമഗ്രമായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്തു ഇവിടെ ചേർത്ത് പഠിക്കുകയുണ്ടായി. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു തിയറി എന്ന് പറയുന്നത്, അടുത്ത നിയമം, രണ്ടാമതായിട്ട് സമഗ്രതാവാദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നിയമമാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. സാമീപ്യ നിയമം. സാമീപ്യ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. അടുത്തുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നാനുള്ള പ്രവണതക്കാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്, ഇതിന്റെ പ്രസന്റേഷൻ, അതാണ് ഞാൻ ഇടക്കിടയ്ക്ക് ഒരു മിനിറ്റ് ഇറങ്ങാണ്ട് ലാഗ് ആക്കുന്നത്. ഇതിന്റെ പ്രസന്റേഷൻ എന്തോ ഒരു തകരാറുള്ളതാണ്, ഒന്ന് പരിഹരിക്കട്ടെ ട്ടോ. ഇപ്പൊ തന്നെ തീരുമാനാക്കി തരാം.
ഓക്കെ, തുടരാട്ടോ. രണ്ടാമതായിട്ട്, അതായത് സമഗ്രതാ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് ഇത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് സാമീപ്യ നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്തുള്ളവയാ. ഓക്കെ, നേരത്തെ കാണാൻ ഒരുപോലെയുള്ളവയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് നിൽക്കുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടമാണ് എന്ന് തോന്നാനുള്ള പ്രവണതക്കാണ് എന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നിൽക്കുന്ന വസ്തുക്കൾ അല്ലെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ എന്തായിട്ട് തോന്നും, നമുക്ക് അതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഒന്നാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, നമുക്കൊരു തോന്നുന്നു, ഒരു ആ ഒരു ഫീലിങ്ങിനെയാണ് ഇത് പറയുന്നത് സാമീപ്യ നിയമം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ സാമീപ്യ നിയമം ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലോ ഓഫ് പ്രോക്സിമിറ്റി, സമീപസ്ഥമായിട്ടുള്ള ഒരു ഉള്ളതിനെ, അതായത് അടുത്തടുത്ത് നിൽക്കുന്നതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതക്കാണ് എന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. അവിടെ തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വരച്ചിട്ടുള്ള ചിത്രത്തില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വര വലിയ വര, ചെറിയ വര വലിയ വര, ചെറുത് വലുത്, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട് ഇല്ല? ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട്, ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു, ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു, ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്, ആ ചെറിയ വരയും വലിയ വരയും എന്താണ് അടുത്തടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതൊരു ഗ്രൂപ്പാണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തോന്നൽ വരും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചക്കാണ് എന്ന് പറയുന്നത് സാമീപ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചിത്രത്തില് ഈ രണ്ട് ചതുരം ഒരു ഗ്രൂപ്പായിട്ട്, അടുത്ത രണ്ടെണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പ്, അടുത്തത് ഈ രണ്ടെണ്ണം ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. ഓക്കെ ആണല്ലോ, ഇതൊരു ഗ്രൂപ്പായിട്ട്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്, ഇവര് അടുത്തടുത്ത് നിൽക്കുന്നതാണ്. എന്നാൽ ഇവിടെ എങ്ങനെയായിരുന്നോ, നമുക്ക് അതൊരു ഒരുപോലെ കാണാൻ ഒരുപോലെ ഉള്ളവ എന്തായിരുന്നു, ഒരു ഗ്രൂപ്പായിട്ട് തോന്നലായിരുന്നു. എന്നാൽ ഇവിടെ സാമീപ്യ നിയമത്തിൽ സമീപാവസ്ഥയിൽ നിൽക്കുന്നവരെ, ഓക്കെ, അതായത് അടുത്തടുത്ത് നിൽക്കുന്നവരെ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണതക്കാണെന്ന് പറയുന്നത് സാമീപ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ട് നിയമങ്ങൾ ഇത് ചിത്രം വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡെഫിനിഷനും പഠിച്ചു വെക്കണം. അടുത്ത് നിൽക്കുന്നവയെ ഗ്രൂപ്പായിട്ട് തോന്നാനുള്ള പ്രവണതക്ക് സാമീപ്യ നിയമം എന്നോ, കാണാൻ ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതക്ക് എന്ത് പറയുന്നു, സാമ്യതാ നിയമം എന്ന് പറയുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ ചിത്രവും വേണട്ടോ, ചിത്രവും ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമമാണ് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്. പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോഷർ. പരിപൂർത്തി നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ എന്നുകൊണ്ട് ചിത്രത്തിലെയോ വിടവുകൾ പൂർത്തീകരിച്ചുകൊണ്ട്, അതിലെവിടെയെങ്കിലും ഒരു വിടവുകൾ ഉണ്ടെങ്കിൽ ആ വിടവുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ ചിത്രം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കാണാനുള്ള പ്രവണതക്കാണെന്ന് പറയുന്നത് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, പൂർത്തീകരിച്ച് കാണാനുള്ള പ്രവണത. എവിടെയെങ്കിലും ഒരു വിടവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറവുകളോ ഉണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, അത് കാണാനുള്ള പ്രവണതയാണ്. ഇപ്പൊ ഇവിടെ വരക്കുന്ന ചിത്രം, ഇപ്പൊ വരച്ച ചിത്രം എന്താണ്, ഇവിടെ ഈ ഒരു ചിത്രം എന്താണ്, ഫീൽ ചെയ്യുന്നില്ല? ഒരു ചതുര
മായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ചതുരമല്ല, എന്നാൽ ഇവിടെ വിടവുകളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതൊരു ചതുരമാണ് എന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ആ ഒരു ചതുരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിലെ വിടവുകൾ എന്ത് ചെയ്തു, പൂർത്തീകരിച്ച് കാണാനുള്ള പ്രവണത ചതുരമായിട്ട് തരാറുണ്ട്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ത്രികോണം എന്ന രീതിയിൽ തരാറുണ്ട്. നൽകിയിരിക്കുന്ന ചിത്രം ഈ താഴെ പറയുന്നതിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഈ ചിത്രം ഒന്ന് മനസ്സിൽ വെക്കുക. അതായത് ഒരു ചിത്രം, ഇനി ഏത് ചിത്രമാണെങ്കിലും അതിൽ എന്തെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ ആ വിടവുകൾ നമ്മൾ എന്ത് ചെയ്യും, പൂർത്തീകരിച്ച് കാണാനുള്ള ഒരു പ്രവണത ഒരു വ്യക്തിക്കുണ്ട്. ആ പ്രവണതക്കാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, പരിപൂർത്തി നിയമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ 3 നിയമങ്ങൾ പഠിച്ചു. ഒന്നാമത്തേത് എന്തായിരുന്നു, കാണാൻ ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. രണ്ടാമതായിട്ട് സാമീപ്യ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തടുത്തുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നു. ഇനി സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തിക്ക. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൽ തന്നെ ഒരു അംശം മാത്രം അത് അവിടെ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. സൗണ്ട് പോയോ? ഓക്കെ. അതായത് ഇതൊരു ത്രികോണമായിട്ട് കാണാനുള്ള കാരണം എന്താണ്, ഇത് നമ്മുടെ അതിന്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഭാഗങ്ങളും അവതരിപ്പിച്ചത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് അതൊരു ത്രികോണമായിട്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ അതിന്റെ ഒരു ചെറിയൊരു ഘടകം മാത്രം, ഒരു വര മാത്രം, അതായത് ഒരു രേഖ മാത്രമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അതൊരു ത്രികോണമായിട്ട് ഒരിക്കലും പ്രവണത ചെയ്യാൻ സാധിക്കില്ല. സ്ക്രീൻ ഔട്ടായല്ലോ. സ്ക്രീനും പോയി തോന്നുന്നു. ഇനി ഈ ഒരു ത്രികോണം, നേരത്തെ പറഞ്ഞ ആ ഒരു ത്രികോണത്തില് പ്രയാസമുണ്ട്. ഓക്കെ, പ്രസന്റേഷൻ എടുക്കുന്നില്ല കേട്ടോ. പ്രസന്റേഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഈ ഒരു ത്രികോണമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്, ഇത് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗം മാത്രം, അതായത് ഇങ്ങനെ ഒരു രേഖ മാത്രം കണ്ടാൽ നമുക്കത് പൂർത്തീകരിച്ച് കാണുമോ? ഇല്ല, അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രം കാണുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, എന്ത് സമഗ്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, ഇൻസൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, സമഗ്രമായിട്ടല്ല അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തിട്ടാ, നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ആര് പറയുന്നുണ്ട്, സമഗ്രത നിയമം പറയുന്നുണ്ട്. അപ്പൊ ലോ ഓഫ് ക്ലോഷർ എന്നുകൊണ്ട് അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ചിത്രത്തിലെയോ അല്ലെങ്കിൽ ഒരു രൂപത്തിലെയോ വിടവുകൾ പൂർത്തീകരിച്ച് അത് ഇതാണ്, ഇങ്ങനെ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവിനെ അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കുന്നതിനെയാണ് ഇത് പറയുന്നത്, സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന നാലാമതായിട്ട് വരുന്ന നിയമമാണ് ഏത്, തുടർച്ചാ നിയമം. തുടർച്ചാ നിയമം എന്ന് പറയുന്നത്, തുടർച്ചാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ചിത്രത്തെ നമുക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓക്കെ, ഒരു ചിത്രത്തെയോ അല്ലെങ്കിൽ ഒരു രൂപത്തിലെയോ അംശങ്ങൾ അല്ലെങ്കിൽ അതിലെ ഘടകങ്ങളെ
നമുക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണോ മനസ്സിലാക്കാൻ കഴിയുക ആ രീതിയിലേ മനസ്സിലാക്കുള്ളൂ. യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ചിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു നേർരേഖയെ മറ്റൊരു രേഖ വന്ന് ഖണ്ഡിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു രേഖയും. ഓക്കെ, രണ്ട് കോഡ് രൂപത്തിലുള്ള രേഖകൾ, ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചാൽ ഇത് കിട്ടില്ല, തീർച്ചയായിട്ടും ഈ രീതിയിൽ കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ യോജിപ്പിച്ചതാണ്. ഓക്കെ, അതായത് ഇങ്ങനെ രണ്ട് ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള രണ്ട് ചിത്രങ്ങൾ എന്ത് ചെയ്താണ്, യോജിപ്പിച്ചതാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം? ഒരു നേർരേഖ, അതായത് ഇങ്ങനെ ഒരു രേഖ പോകുന്നു, അതിനെ മറ്റൊരു രേഖ വന്നിട്ട് ഖണ്ഡിക്കുന്നു, അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തില് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ ഒരു ചിത്രത്തിലെ ഘടകങ്ങളെ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളതാണ് തുടർച്ചാ നിയമം എന്നോട് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ എന്നതിനെ കുറിച്ച് നമുക്ക് എന്തില്ല, ചിന്തയില്ല. അതിനെ എങ്ങനെയാണോ നമുക്ക് എളുപ്പത്തില് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലെയോ അല്ലെങ്കിൽ ഒരു ഘടകത്തിലെയോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ശൃംഖലനം ചെയ്യാൻ കഴിയുന്നത്, അതായത് നമുക്ക് എങ്ങനെയാണോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കപ്പെടും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുടർച്ചാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കപ്പെടും എന്നുള്ളത്, അത് തുടർച്ചാ നിയമം. ഓക്കെ, ഇനി അഞ്ചാമത്തെ നിയമം, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള നിയമമാണ് രൂപപാശ്ചാത്തല ബന്ധം. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ചിത്രത്തിലെ അല്ലെങ്കിൽ ഒരു രൂപത്തിന്റെ പാശ്ചാത്തലത്തിൽ നിന്നും, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് മറ്റൊരു ചിത്രമോ മറ്റൊരു രൂപമോ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്, രൂപപാശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിത്രമായിട്ട് ഇത് ചോദിക്കാറില്ല. അതായത് ഒരു ചിത്രം നമ്മൾ സാധാരണ പല പോസ്റ്റുകളിലും അതേപോലെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാനിനെ കണ്ടോ? ഒരു കടുവയുടെ ചിത്രമായിരിക്കും, അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ എന്തുണ്ടാവും, അതിനുള്ളിൽ നിന്ന് വല്ല പൂച്ചയോ മാനൊക്കെ വേർതിരിച്ച് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ചിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു രൂപത്തിലെയോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു പാശ്ചാത്തലത്തിൽ നിന്ന് മറ്റൊരു ചിത്രത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിനെയാണ് പറയുന്നത് രൂപപാശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. ഈ രൂപപശ്ചാത്തല ബന്ധത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ നിയമത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ സാധാരണ ബോർഡിൽ എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിവരയിടുന്നത്. മനസ്സിലാക്കി വെക്കാം, അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിടുന്നത് അല്ലെങ്കിൽ മറ്റൊരു കളറില് നിറം നൽകിക്കൊണ്ട് എഴുതുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അത് ഈ രൂപപാശ്ചാത്തല ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അതായത് അവിടെ നിന്നും എടുത്തു കാണാൻ വേണ്ടിയിട്ടല്ല. നമ്മളിങ്ങനെ എഴുതുമ്പോ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിടും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു നിറം നൽകുന്നത്, പ്രത്യേകമായിട്ടുള്ള ഒരു കളറൊക്കെ ചെയ്യുന്നത് എന്താണ്, ഒരു രൂപപാശ്ചാത്തല ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഓക്കെ ആണോ? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, ഒരു ചിത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രൂപത്തിന്റെയോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, പാശ്ചാത്തലത്തിൽ നിന്നും നമ്മൾ മറ്റൊന്നിനെ വേർതിരിച്ചെടുക്കുന്നതാണ് രൂപപാശ്ചാത്തല ബന്ധം. അങ്ങനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ബോർഡിലെ എഴുതുമ്പോഴൊക്കെ അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അടിവര ഇടുന്നതും അതേപോലെ തന്നെ പ്രത്യേക നിറം നൽകുന്നതൊക്കെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? രൂപപാശ്ചാത്തല ബന്ധവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ബോർഡിലൊക്കെ എഴുതുമ്പോ എന്ത് ചെയ്യാറുണ്ട്, പ്രത്യേകമായിട്ട് ചില ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അടിവര ഇട്ട് കൊടുക്കാറുണ്ട്, ഇല്ല? അതൊക്കെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ആ ഒരു ഭാഗം കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? 5 നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. 5 ഏതെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ചോദിക്കും. എല്ലാത്തിനും
കൃത്യമായിട്ടുള്ള ചിത്രങ്ങളും ഈ രൂപ പശ്ചാത്തല ബന്ധത്തിനും അതേപോലെ തന്നെ ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ പരിപൂർത്തി നിയമത്തിനും എന്തില്ല, ചിത്രം വെച്ചിട്ട് ചോദിക്കാറില്ല. പരിപൂർത്തി നിയമമാണെങ്കിൽ എന്ത് ചെയ്യും, സോറി പരിപൂർത്തി നിയമമല്ല ട്ടോ, തുടർച്ചാ നിയമം. തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു രൂപത്തിന്റെ ഘടകങ്ങളെ എങ്ങനെയാണോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് തുടർച്ചാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ 5 നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ നിയമം എന്താണ്? സാമ്യതാ നിയമം എന്ന് പറയുന്നത്. സാമ്യതാ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളിൽ ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നാനുള്ള പ്രവണതക്കാണെന്ന് പറയുന്നത് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് സാമീപ്യ നിയമമായിരുന്നു, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. അടുത്തടുത്തുള്ളവയെ, സമീപസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന, അതായത് അടുത്തടുത്ത് നിൽക്കുന്നവയെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതക്കാണെന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. പിന്നീട് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത് ഒരു രൂപത്തിലെയോ ചിത്രത്തിലെയോ വിടവുകൾ പൂർത്തീകരിച്ച് കാണാനുള്ള പ്രവണതക്കാണെന്ന് പറയുന്നത് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. പിന്നെ തുടർച്ചാ നിയമം. തുടർച്ചാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചിത്രത്തെ നമുക്ക് എങ്ങനെയാണോ ഒരു ചിത്രത്തിലോ നമുക്ക് എങ്ങനെയാണോ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുക ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കപ്പെടും എന്നുള്ളതാണ് എന്ത് തുടർച്ചാ നിയമം. രൂപപാശ്ചാത്തല ബന്ധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു രൂപത്തിൽ നിന്നും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ, സോറി അതിന്റെ പാശ്ചാത്തലത്തിൽ നിന്നും എങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമോ പ്രത്യേകമായിട്ട് എടുത്തു കാണാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത് രൂപപാശ്ചാത്തല ബന്ധം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്ന തിയറിയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരാളാണ് കോഹ്ലർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിക്കട്ടെ, പുതിയൊരു ആശയത്തിലേക്ക് പോവാണ്. കോഹ്ലർ കോഹ്ലറിന്റെ പ്രത്യേകത, അതായത് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞു ഈ സമഗ്രതാവാദത്തിന്റെ 3 വക്താക്കളെ കുറിച്ച് പറഞ്ഞു. സമഗ്രതാവാദത്തിന്റെ 3 വക്താക്കളാണ് ആര്? ഒന്ന് കർട്ട് കോഫ്ക, കോഹ്ലർ, അതേപോലെ തന്നെ മാക്സ് വെർത്തിമർ. അതിലെ കോഹ്ലർ ഈ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയിലാണ് പരീക്ഷണം നടത്തിയത്. ഓക്കെ, സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കോഹ്ലർ തന്റെ ആശയങ്ങൾ ഈ ഈ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെ ഈ ആശയങ്ങൾ അവതരിപ്പിച്ച സമയത്ത്, അതായത് കോഹ്ലർ തന്റെ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച ആശയങ്ങൾ എന്ത് പറയാറുണ്ട്? അന്തർദൃഷ്ടി പഠനം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓർത്തു വെക്കുക. അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയും. ഉൾക്കാഴ്ച പഠനം എന്ന് മലയാളത്തിൽ പറയാറുണ്ട് കേട്ടോ, ഇൻസൈറ്റ് ലേണിംഗ്. ഈ ഇൻസൈറ്റ് ലേണിംഗ് ക്ലിയർ ആക്കി തരാം. അതായത് കോഹ്ലർ അവതരിപ്പിച്ച ആശയങ്ങൾ അല്ലെങ്കിൽ കോഹ്ലറിൻ്റെതായിട്ടുള്ള സമഗ്രതാവാദിയായിട്ടുള്ള കോഹ്ലറിന്റെ ആശയങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം പരീക്ഷണം നടത്തിയത് എങ്ങനെയാണ്? സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിൽ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത് കോഹ്ലർ ആശയങ്ങൾ എന്ത് ചെയ്തത് അവതരിപ്പിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ കോഹ്ലർ ചിമ്പാൻസിൽ പരീക്ഷണം നടത്തിക്കൊണ്ട്, സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് എന്ത് ചെയ്തു ആശയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ആ ആശയങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്നുള്ളതാണ്. ഈ അന്തർദൃഷ്ടി പഠനത്തിന്, അതായത് ഈ ഇൻസൈറ്റ് ലേണിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഹ്ലർ എന്ത് ചെയ്യുന്നുണ്ട്? 5 ഘട്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 5 ഘട്ടങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അന്തർദൃഷ്ടി പഠനത്തിന്റെ ഘട്ടങ്ങളായിട്ട് കോഹ്ലർ എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അത്ര പ്രാധാന്യമില്ല. കുറെ മുമ്പ് എന്ത് ചെയ്തിരുന്നു ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. എന്തായാലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു സർവീസിലുള്ള അധ്യാപകർക്കൊന്നും അത്ര ഡീപ്പായിട്ട് പോവില്ല. അതുകൊണ്ട് അത് അത്ര ഡീപ്പായിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങള് പഠിച്ചു വെക്കണ്ട. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ആ ഘട്ടങ്ങള് ഇതില് കൂട്ടിച്ചേർക്കാം, അതായത് PDF നോട്ടിൽ കൂട്ടിച്ചേർക്കാം.
അതിൽ വേണമെങ്കിൽ ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. അത് വെറുതെ ആ ഘട്ടങ്ങൾ എന്തേ ഒന്ന് പഠിച്ചു വെക്കുക. സമഗ്ര വീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശവും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃക്ഷ്യക്ഷേത്രത്തിന്റെ പുനഃസംഘടന, പെട്ടെന്നുള്ള പ്രശ്ന പരിഹരണം. ഇങ്ങനെ 5 ഘട്ടങ്ങൾ. അതായത് നമ്മൾ ഒരു ഇൻസൈറ്റിലൂടെ, ഉൾക്കാഴ്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിന് 5 ഘട്ടങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഈ ചിമ്പാൻസിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം എന്ന് പറയാം, അപ്പൊ മനസ്സിലാവും. അതായത് ഒരു ചിമ്പാൻസി എന്ത് ചെയ്തു? ഒരു കൂട്ടിൽ, വലിയൊരു കൂട്ടിൽ അടച്ചു. വലിയൊരു കൂട്ടിലെ ചിമ്പാൻസി എന്ത് ചെയ്തു? ഇതിലൊരു ചിമ്പാൻസി ഉണ്ട്, ഇതാണ് ചിമ്പാൻസി. ഇതിൽ കുറെ പെട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ബോക്സുകൾ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു പഴക്കുലുണ്ട്. അതായത് ചിമ്പാൻസികൾ ഭക്ഷണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കിയിട്ടിട്ടുണ്ട്. ചിമ്പാൻസി വിശന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു പഴക്കുല എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പഴം എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ചാടി നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്ത് ആ ചിമ്പാൻസി വിശന്നിട്ട് ആ ഒരു കൂട്ടിൽ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബോക്സുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ബോക്സുകൾ ശ്രദ്ധിച്ചപ്പോൾ ചിമ്പാൻസിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായി, ഇൻസൈറ്റ് ഉണ്ടായി. എന്നിട്ട് ചിമ്പാൻസി ചെയ്തത്, ഈ ബോക്സുകളൊക്കെ എന്ത് ചെയ്തു? അട്ടിക്ക് വെച്ചു. ഓക്കെ, ഈ ബോക്സുകൾ അട്ടിക്ക് വെച്ചിട്ട് എന്നിട്ട് ഇതിമ്മ കയറി നിന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ചാടിയിട്ട്, അതായത് ഈ പഴത്തിന് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് ആ വട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു? ചിമ്പാൻസി അതിലേക്ക് ചാടി എടുത്തു. അങ്ങനെയാണ് കോളറുടെ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി നടത്തിയ പരീക്ഷണം. അപ്പൊ ഈ ഒരു ചിമ്പാൻസിൽ ഉണ്ടായ ഈ ഒരു അറിവ്, അതായത് ആ ബോക്സുകൾ കണ്ടപ്പോൾ, എല്ലാ ബോക്സുകളും കണ്ടപ്പോൾ ചിമ്പാൻസിൽ എന്തുണ്ടായി? ഒരു ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടായി, ഒരു ഉൾക്കാഴ്ച പഠനം. ഉള്ളിൽ നിന്നും ആരെയും പറഞ്ഞു കൊടുത്തതാണോ? ഈ ബോക്സുകളൊക്കെ വെച്ചിട്ട് അതിന്മേൽ കയറി എടുത്താൽ മതി എന്നുള്ളത് എന്തല്ല, മറ്റൊരാൾ പറഞ്ഞു കൊടുത്തല്ല. ഒരു ഉൾക്കാഴ്ചയിലൂടെ ചിമ്പാൻസി നേടിയെടുത്ത ഒരു അറിവാണ്. അതാണ് സമഗ്രതാവാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് എന്ത്? അപ്പോ ഈ ഒരു ചിമ്പാൻസിൽ ഉണ്ടായിട്ടുള്ള, ചിമ്പാൻസി എന്ത് ചെയ്തു? ആ ഒരു ഇതില് ചാടി കയറി എന്നുള്ളത് ഒരു ഇൻസൈറ്റ് ലേണിംഗ് ആണ്. അതാണ് ഇദ്ദേഹത്തിന്റെ ആശയം എങ്ങനെ അറിയപ്പെടുന്നത്? ഉൾക്കാഴ്ച പഠനം, അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? ആരുടെ ആശയമാണ്? ഈ മൂന്നാൾ സമഗ്രതാവാദത്തിന്റെ വക്താക്കളാണെങ്കിലും കോളറാണ് ഏത് ആശയം അവതരിപ്പിച്ചത്? ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അന്തർദൃഷ്ടി പഠനത്തിന് അദ്ദേഹം ഇതിനൊരു ഘട്ടങ്ങള്, സമഗ്ര വീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഘട്ടങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ ഒന്ന് നോക്കുക, അത് അത്ര ഡീപ്പായിട്ട് എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സമഗ്രതാവാദത്തിന്റെ ഒരു വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ്. സമഗ്രതാവാദം എന്ന് പറയുന്ന ഈ തിയറിയുടെ ഭാഗമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ പഠനവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഓർത്തു വെക്കണം. ഈ പോയിന്റുകൾ ഓർത്തു വെക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ്? ഈ പോയിന്റുകൾ ചോദിച്ചിട്ട് ഏത് തിയറിയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഏത് തിയറിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, വിദ്യാഭ്യാസപരമായിട്ട് സമഗ്രതാവാദത്തിന് എന്ത് പ്രാധാന്യമാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാശയം പഠിപ്പിക്കുമ്പോഴും എങ്ങനെ പഠിപ്പിക്കണം? സമഗ്രമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണം എന്നത് മുന്നോട്ട് വെക്കുന്നത് ആരാണ്? അങ്ങനെ മുന്നോട്ട് വെച്ചത് ഏത് ആശയമാണെന്ന് ചോദിച്ചാൽ, ഏത് തിയറിയാണെന്ന് ചോദിച്ചാൽ ഏത് തിയറിയാണ്? ഗസ്റ്റാൾട്ട് തിയറിയാണ്. ഓക്കെ ആണല്ലോ. എന്ത് പഠിപ്പിക്കുമ്പോഴും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ സമഗ്രമായിട്ട് പഠിപ്പിക്കുക. ഓക്കെ, പിന്നെ സമഗ്രതാവാദത്തിന്റെ ഒരു വിദ്യാഭ്യാസപര പ്രധാനമായിട്ടുള്ള ഭാഗത്താണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിടുത്ത് പ്രത്യേകം നിറം നൽകുന്നതൊക്കെ ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന രൂപപാശ്ചാത്തല ബന്ധം എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രൂപപാശ്ചാത്തല ബന്ധം. എന്ത്? നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിടുന്നതും പ്രത്യേകമായിട്ടുള്ള നിറം നൽകുന്നതൊക്കെ ഏതാണ്? രൂപപാശ്ചാത്തല ബന്ധം എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ രൂപപാശ്ചാത്തല ബന്ധം. ഏത് തിയറി ആണെന്ന് ചോദിച്ചാലോ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ ഏത് തിയറിയുടെ ഭാഗമായിട്ടാണ്? അപ്പൊ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? നിറം നൽകുന്നത്. ഈ അടിവര ബോർഡിലെ ഇതുമ്പോഴൊക്കെ അടിവര ഇടുന്നതും പ്രത്യേകം നിറം നൽകുന്നതൊക്കെ ഈ ഒരു ഈ ഒരു തിയറിയുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു പാഠഭാഗം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആശയം ആ വിഷയത്തിൽ തന്നെ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. ആണോ? ഇപ്പൊ നമ്മൾ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവതരിപ്പിക്കാറുണ്ട്.
അങ്ങനെയുള്ള ഒരു അവതരണം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊരു ജനാധിപത്യം എന്ന് പറയുന്ന രീതിയിൽ മലയാളത്തിൽ പല വിഷയങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒരാളുടെ പ്രസംഗമുണ്ട്. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം, അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. ആ പ്രസംഗമാണ് പിന്നീട് എന്തായിട്ട് എടുത്തത്? ഭരണഘടനയുടെ ആമുഖം ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അപ്പൊ ഈ ആമുഖം മലയാളത്തിൽ കുട്ടികൾ പഠിക്കുന്നു. ഈ മലയാളം എന്ന് പറയുന്ന മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസംഗം കുട്ടികളെ കുട്ടികളുടെ മുമ്പില് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EVS എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ? EVS ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആശയം ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് എങ്ങനെയാണ് മറ്റുള്ളതുമായിട്ട് ഉദ്ഗ്രഥിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? മറ്റു വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള അവതരണം എന്ന് പറയുന്നത് ഏത് തിയറിയുടെ ഭാഗമായിട്ടാണ്? സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ ഈ ഉദ്ഗ്രഥനം എന്ന് പറയുന്ന ഈ ടേം ഓക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉദ്ഗ്രഥനം അതായത് കൂട്ടിച്ചേർത്തുകൊണ്ട്, നമ്മൾ 1-2 ക്ലാസ്സിലെ പാഠപുസ്തകമൊക്കെ എങ്ങനെയാണ്? ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനമാണ്, കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ്. അപ്പൊ ഈ ഉദ്ഗ്രഥന സമീപനം ഏത് തിയറിയുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്? സമഗ്രതാവാദത്തിന്റെ ഭാഗമായിട്ടാണ്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ എടുത്തു ചോദിക്കാം. ഈ രീതി, ഇത് 2 രീതിയിൽ ചോദിക്കാം. അതായത് നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ഉദ്ഗ്രഥന സമീപനം എന്ന് പറയുന്നത്, ഈ ഉദ്ഗ്രഥന സമീപനം ഏത് തിയറിയുടെ ഭാഗമായിട്ടാണ്? സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈ പഠിപ്പിക്കുമ്പോൾ മറ്റു വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ ആശയം എന്ന് പറയുന്നത് ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള അവതരണം എന്നൊക്കെ പറയുന്നത് എന്താണ്? സമഗ്രതാവാദമാണ് അതിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ 4 രീതിയിലുള്ള ആശയങ്ങള് ഏത് തിയറിയുടെ ഭാഗം? നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് എന്ത് പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പഠിപ്പിക്കുക, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിടുന്നതും പ്രത്യേക നിറം നൽകുന്നതും, അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ ഉള്ളടക്കം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒതുക്കാതെ പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് അവതരിപ്പിക്കുന്നത് ഏതാണ്? സമഗ്രതാവാദമാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രൈമറി ക്ലാസ് റൂമുകളിൽ സ്വീകരിച്ചിട്ടുള്ള ഉദ്ഗ്രഥന സമീപനം ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ 4 ഏതെങ്കിലും ചോദിച്ചിട്ട് ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാം. അപ്പൊ ഈ ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? ആദ്യം സമഗ്രതാവാദം എന്താ എന്ന് പറഞ്ഞോ. സമഗ്രതാവാദം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സമഗ്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഉൾക്കാഴ്ചയിലൂടെ പഠനത്തിലേക്ക് എത്തിപ്പെടും എന്ന് പറയുന്നതാണ് എന്ത്? സമഗ്രതാവാദം എന്ന് പറയുന്നത്. ഓക്കെ, സമഗ്രതാവാദം പ്രധാനം കൊടുത്തത് എന്താണ്? ഒരു അംശം അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ഘടകം എന്നതിനപ്പുറത്തേക്ക് സമഗ്രതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിയറിയാണ് ഇത് സമഗ്രതാവാദം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സമഗ്രതാവാദികളാണ് ഏത്? ആര്? മാക്സ് വെർത്തിമറും അതേപോലെ തന്നെ കോഫ്ക, പോളർ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട സമഗ്രതാവാദികളാണ്. പിന്നെ പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. സാമ്യതാ നിയമം, സാമീപ്യ നിയമം, അതേപോലെ തന്നെ സമ്പൂർണ്ണ നിയമം, തുടർച്ച നിയമം, രൂപ പാശ്ചാത്തല ബന്ധം. പിന്നെ അതിന് ശേഷം കോളറുടെ അന്തർദൃഷ്ടി പഠനത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് അന്തർദൃഷ്ടി പഠനം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി ആരുടേതാണ്? കോളറിൻ്റെതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ സമഗ്രതാവാദത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് അത് അവതരിപ്പിക്കുന്നത്. എന്ത് പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. പിന്നെ ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്ന ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങാതെ ബാക്കിയുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ടോ? അതായത് നമ്മൾ പറയാറുണ്ട് ഇത് ഇതേപോലെ നമ്മൾ EVS പറഞ്ഞില്ലേ, EVS ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ കണക്ട് ചെയ്ത് പറയുന്നതൊക്കെ സമഗ്രതാവാദമാണ്. അതേപോലെ തന്നെ അടിവരയിടുന്നത്, പ്രധാനപ്പെട്ട അടിവരയിടുന്നത് സമഗ്രതാവാദത്തിലെ രൂപ പാശ്ചാത്തല ബന്ധം എന്ന് പറയുന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നതും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതിനൊരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് ഞാൻ ആ PDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രസന്റ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് വ്യവഹാരവാദവും സമഗ്രതാവാദം. സമഗ്രതാവാദം ഇത്രയേ ഉള്ളൂ.
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ആ നിയമങ്ങളാണ് എന്തുള്ളത് പ്രാധാന്യമുള്ളത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സും എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ പലരും ഫീസ് അടിച്ചത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് അയച്ചത് അപ്പോൾ തന്നെ നോക്കാനിട്ടാണ്. ഞാൻ സാധാരണ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ വാട്സപ്പ് എന്ത് ചെയ്യാറുള്ളത്, നോക്കാറുള്ളത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വാങ്ങും. ഞായറാഴ്ച ആയിട്ട് എന്ത് ചെയ്യും, പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അറിയിക്കും, ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട്. ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതുവരെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് പുതിയ കാര്യമായിട്ട് പുതിയ ഗ്രൂപ്പിലൊന്നും ഫീസ് അടച്ചവരൊന്നും ആഡ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം കേട്ടോ.